ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഈ ആഴ്ചത്തെ ടാസ്കിലെ 3 റൗണ്ടുകളിൽ 2 റൗണ്ടുകളെങ്കിലും വിജയിച്ചില്ലെങ്കിൽ നൂറയ്ക്ക് ലഭിച്ചിട്ടുള്ള സൂപ്പർ പവേഴ്സിൽ ഒരെണ്ണം പോകും എന്ന് ബിഗ് ബോസ് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നൂറയെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു 3 റൗണ്ടുകളിലെ 2 റൗണ്ടുകൾ ജയിക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക്. പക്ഷെ 2 റൗണ്ട് ഇവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആകെ 1 റൗണ്ട് മാത്രമേ വിജയിച്ചുള്ളൂ. അപ്പൊ ഇവര് ടാസ്കിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ നൂറയ്ക്കൊരു സൂപ്പർ പവർ നഷ്ടമായിരിക്കുന്നെന്ന് ബിഗ് ബോസ് ഇപ്പൊ ലൈവിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വരുന്ന ആഴ്ച നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നൂറ നോമിനേറ്റഡ് ആവുമെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഇതിനകത്ത് ബിഗ് ബോസ് കൊണ്ടുവന്നിരുന്നു. ടാസ്കുകൾ അവസാനിച്ചപ്പോ ബ്ലാക്ക് കോയിൻസ് കയ്യിലുള്ളവര് അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ ഉൾപ്പെടുമല്ലോ. അക്ബറിന് 3 ബ്ലാക്ക് പോയിന്റ്സ് ആണ് നൂറ കൊടുത്തത്. അത് അക്ബറിന് 3 പോയിന്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. അഭിലാഷിന് 2 കൊടുത്തിരുന്നു ഈ ഒരു ബ്ലാക്ക് പോയിന്റ്സ്. നൂറയുടെ കയ്യിൽ 2 ബാക്കി ഉണ്ടായിരുന്നു. കാരണം നൂറ അത് വേറെ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ അഭിലാഷിനും അക്ബറിനും മാത്രമാണ് കൊടുത്തത്. അതൊരു മണ്ടത്തരമാണെന്ന് എനിക്ക് ഇന്നലെ തോന്നിയിരുന്നു. സംഭവം ബ്ലാക്ക് കോയിൻ 3 അല്ല 10 2 പേർക്ക് വീതിച്ചു കൊടുത്താലും അവര് ഡയറക്ട്ലി നോമിനേറ്റഡ് ആണ്. അത് എത്ര എണ്ണം കൊടുക്കുന്നു എന്നതിൽ ഒരു കാര്യമില്ല. അവിടെ അക്ബറിന് 3 കൊടുക്കുന്നതിന് പകരം 4 കൊടുക്കുമായിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വരത്തില്ലായിരുന്നു. അക്ബർ ഡയറക്റ്റ് നോമിനേറ്റഡ് തന്നെ ആയനെ. ഇതിപ്പോ ടാസ്ക് അവസാനിച്ചപ്പോ നൂറയുടെ കയ്യിൽ 2 ഇരുന്നതാണ് നൂറയ്ക്ക് വിനയായത്. അത് വെറുതെ കയ്യിലിരുന്നതാണ്. ആ 2 ബ്ലാക്ക് കോയിൻസിന്റെ ഒരു ബട്ടർഫ്ലൈ എഫക്ട് എന്ന് വേണമെങ്കിൽ പറയാം. നൂറ ഈ വരുന്ന ആഴ്ച ഡയറക്ട്ലി നോമിനേറ്റഡ് ആണ്. ഇമ്മ്യൂണിറ്റി പവർ നൂറയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈ വരുന്ന ആഴ്ച മാത്രം നൂറയ്ക്ക് ആ ഒരു പവർ ഇല്ല. നൂറ നോമിനേറ്റഡ് ആണ്. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിനെ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കമന്റ് സെക്ഷനിൽ. ലൈവിൽ അക്ബർ ആകെ റിലീഫ് ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കയ്യിലുള്ള ബ്ലാക്ക് കോയിൻസ് എല്ലാം അക്ബറിന്റെ കയ്യിലേക്ക് വന്ന് ചേരാത്തത് കൊണ്ട് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞതായിട്ട് ലൈവിൽ കേട്ടിരുന്നു. നൂറയോടായിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. നൂറ ആകെ കിളി പോയിരിക്കുവാണ്. എന്തായാലും ഈ ഒരൊറ്റ ടാസ്ക് കൊണ്ട് പണി മാത്രമാണ് നൂറയ്ക്ക് കിട്ടിയത്. നൂറ ആർക്കെങ്കിലും ഒക്കെ പണി കൊടുക്കുന്നത് കാണാനായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ ബിഗ് ബോസിനെതിരായിട്ട് ഗെയിം കളിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ബിഗ് ബോസ് കൊടുത്ത പണിയെല്ലാം നൂറ ഒറ്റയ്ക്ക് വാങ്ങിച്ചു കൂട്ടിയതായിട്ടാണ് ലൈവിൽ ഇപ്പൊ ഞാൻ കണ്ടത്. ആകെ കിളി പറന്നിരിക്കുവാണ് നൂറ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും